C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. എല്ലാം പറഞ്ഞ് ശരിയാക്കി ഗായത്രിയമ്മയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുമ്പോ കഥയും കഥാപാത്രങ്ങളും എത്ര വേഗത്തിലാ മാറി മറിയുന്നത്. അതാ എനിക്ക് മനസ്സിലാവാത്തത്. ആ ശ്രീനിവാസൻ എന്ന് പറയുന്നവന്റെ മൊബൈലിലെ ഫോട്ടോ പോലും മാറിയെന്ന് പറഞ്ഞ വല്ലാത്ത അത്ഭുതം തന്നെ. എന്തായാലും ഇത്തവണ കൂടി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാ മതി. അമ്മ, ഇനി ഈ വക പരിപാടിക്ക് അമ്മ എന്നെ വിളിക്കരുത്. രഘുവും ബ്രദറിൻലോയും ആ ശ്രീലക്ഷ്മിയും ഒക്കെ ഓഫീസിലേക്ക് പോയതുകൊണ്ടാ നമ്മൾ നാണം കെടാതെ രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ അന്നത്തെ പോലെ എല്ലാവരുടെ മുമ്പിൽ നാണക്കേടായനെ. അതിന് നമ്മൾ ചെയ്തതൊക്കെ ശരിയായ കാര്യങ്ങൾ തന്നെയല്ലേ. അവസാനം വന്ന് ഭവിക്കുന്നത് ഇങ്ങനെയൊക്കെ ആയതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാ ഞാൻ കുറെ നാളായിട്ട് അമ്മയോട് പറയുന്നേ, ഇതൊന്നും നമ്മൾ കൂട്ടിയാ കൂടുന്ന കാര്യമല്ലെന്ന്. അതുകൊണ്ട് നമുക്ക് ഈ പരിപാടി ഇവിടെ വെച്ച് നിർത്താം. അങ്ങനെ തോൽവിയോട് കൂടി നിർത്താൻ ഈ രാജലക്ഷ്മിയെ കിട്ടില്ല. രാജലക്ഷ്മി ഈ കളി നിർത്തുന്നത് ജയവും കൊണ്ടാവും. ജയം എന്ന് പറഞ്ഞ അന്ത്യം, ആ ശ്രീലക്ഷ്മി എന്ന് പറയുന്നവളുടെ അന്ത്യം. അവൾക്ക് ജീവനുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ തോറ്റുപോയിന്ന. ഇനിയും അമ്മ എന്താ ചെയ്യാൻ പോകുന്നെ? അവള് ശ്രീലക്ഷ്മിയല്ല കൺമണിയാണെന്ന് തെളിയിക്കാനുള്ള 2 അവസരങ്ങളും നമുക്ക് നഷ്ടമായിപ്പോയി. ഇപ്പൊ ശരിക്കും എനിക്ക് തോന്നുന്നത് അവള് ശ്രീലക്ഷ്മിയാണെന്ന് തന്നെയാ. കാരണം അവളുടെ സംസാരത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. കാഴ്ചയിൽ പഴയതുപോലെ തന്നെയല്ലേ. അതിനാണ് ആദ്യം വ്യക്തത വരുത്തേണ്ടത്. ത്രിവിക്രമൻ കൊണ്ടുവന്ന ആ പെണ്ണും ഇന്ന് ഇങ്ങോട്ട് വന്നു കയറിയ ആ പയ്യനും ഒക്കെ ശരിക്കും ഈ കഥയിലുള്ള കഥാപാത്രങ്ങൾ തന്നെയാണോന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതെങ്ങനെ? ഇനി അതിനുള്ള ഒരു വഴിയും ഞാൻ കാണുന്നില്ല. വഴിയൊക്കെ താനേ തുറക്കും, അല്ലെങ്കിൽ അവളായിട്ട് തന്നെ തുറന്നു മലർത്തിയിടും. നമ്മൾ അതിലെ സഞ്ചരിച്ചാൽ മാത്രം മതി. അമ്മയുടെ വാക്കുകൾ കേട്ട് ഓരോന്നിനെ ഇറങ്ങി തിരിച്ച ഞാനും ഇങ്ങനെ ആയത്. ഇതിപ്പോ ഈ കഥയില് ഞാൻ നല്ലവളാണോ വില്ലത്തിയാണോന്ന് എനിക്ക് തന്നെ സംശയമായി തുടങ്ങി. അതിന് നിനക്ക് സംശയം ലെവലേശം വേണ്ട. നീ ഈ കഥയിലെ വില്ലത്തി തന്നെ. കൗമാര ചാബല്യങ്ങളിൽ അടിമപ്പെട്ട് ചെയ്യുന്ന തെറ്റിന്റെ പേരിൽ നെഞ്ചിലൊരു നെരിപ്പോടും ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച് ജീവിച്ച നിഷ്കളങ്കയായ കുന്തിദേവിയുടെ ജീവിതം അല്ല നീ നയിക്കേണ്ടത്. ജീവിതം തന്നെ തപസാക്കിയ ഒരു നോട്ടം കൊണ്ട് പോലും മുന്നിൽ നിൽക്കുന്നവരെ ഭസ്മീകരിക്കുന്ന ശക്തിയുള്ള ഗാന്ധാരിയുടെ പ്രതിരൂപമായിട്ടാണ് നീ മാറേണ്ടത്. നിന്റെ പോരാട്ടത്തിന്റെ അവസാനം യുദ്ധമാണെങ്കിൽ ചോരച്ചാലിൽ ചവിട്ടി നിന്ന് വേണം നീ വിജയം ഉറപ്പിക്കാൻ. അതല്ല മറിച്ച് അനുരഞ്ജനത്തിന്റെ ഭാഷയാണ് നേരെ വരുന്നതെങ്കിൽ നീ പറയുന്നതാവണം അവസാനത്തെ വാക്ക്. അതിനെല്ലാം നീ നിന്നെ തന്നെ ശക്തിപ്പെടുത്തണം. അതിനുവേണ്ടിയാവണം ഇനി നിന്റെ മുന്നോട്ടുള്ള പോക്ക്. രവി സാർ, കാര്യങ്ങളൊക്കെ രാജാറാം സാർ പറഞ്ഞു. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇൻഫോം ചെയ്ത സ്ഥിതിക്ക് ഒന്നിവിടെ വരെ വന്നു, അത്രേ ഉള്ളൂ. രവി പറഞ്ഞ കാര്യം റെഡിയാണ്. കണക്റ്റഡ്. വരൂ വരൂ. Excuse me. Sir. Sir, please take it.
ഇതാണ് ജഗസാറിന്റെ റൂട്ട് മാപ്പ്. രഘുസാറെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരിടവും തങ്ങാതെ എല്ലാ ട്രാഫിക് സിഗ്നലുകളും ക്ലോസ് ചെയ്തിട്ടുണ്ട്. കാർ ഒരിടവും നിർത്തിയതായും കാണുന്നില്ല. പക്ഷേ ചില സ്ഥലങ്ങളിൽ മാപ്പ് കട്ടാവുന്നുണ്ട്. അവിടെ എന്താ സംഭവിച്ചെന്നറിയില്ല. പിന്നെ അവനെന്താ പറ്റിയത്? സാർ, ഞങ്ങളുടേതായിട്ടൊരു അന്വേഷണം വേണോ? സോ ഈ കേസ് വേറെ ആരോടും പറയാനും പാടില്ലല്ലോ. ആശാനെ ഒന്നേ വന്നേ, ദേ ഇത് അനങ്ങുന്നില്ല. ഇതേതാ വഴി? യെസ്, നമ്മുടെ ഓഫീസിന് 6 കിലോമീറ്റർ അപ്പുറം വെച്ച് രഘുസാർ ഈ വഴി കട്ട് ചെയ്തിട്ടുണ്ട്. ചിലപ്പോ ലേറ്റ് ആവുമെന്ന് കരുതി ഷോർട്ട് കട്ട് കയറിയതാവാനാണ് സാധ്യത. ആ വഴിയിൽ സാർ കുറച്ച് സമയം ആരോടൊപ്പമോ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സംതിങ് റോങ് രാജറ. രാജറ, രഘു പോയ വഴിയിൽ കൂടി നീ ഒന്ന് പോണം. രഘുവിനെ കണ്ട ആരെങ്കിലും അല്ലെങ്കിൽ CCTV ഫുട്ടേജ് എനിക്ക് കിട്ടിയേ പറ്റൂ. ഷുവർ രവി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.